ഹായ് എല്ലാവർക്കും നമസ്കാരം. ബഡ്ജീസ് വ്ലോഗിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ നമ്മുടെ LFLPSലെ LP സെക്ഷൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനാണ് വെള്ളിയാഴ്ച. ഇന്ന് ശനിയാഴ്ച 15-ാം തീയതി KG സെക്ഷൻ UKGയും LKGയും സെക്ഷൻ്റെ പരിപാടിയാണ്. ഉച്ചവരെ ഉള്ളൂ പരിപാടി. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ പരിപാടികളെല്ലാം തുടങ്ങി. ഞാൻ എത്തിയപ്പോൾ നമ്മുടെ ഫാദർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. നല്ലൊരു പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അടുത്തതിന് ശേഷം നമ്മുടെ PTA പ്രതിനിധി രാജി ചേച്ചി നമ്മുടെ അയൽക്കാരി കൂടിയാണ്. അവരും അധികമൊന്നും പ്രസംഗിച്ചില്ല. കാരണം എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി. കാരണം കൊച്ചുകുട്ടികളാണ്, അവർക്ക് ഒരുപാട് നേരമൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല നമ്മുടെ ഹാളിലാണ് നല്ല ചൂടും. അങ്ങനെ പെട്ടെന്ന് പ്രസംഗമൊക്കെ നിർത്തി കൊച്ചുകുട്ടികളുടെ പരിപാടികളൊക്കെ തുടങ്ങി. കാരണം രാവിലെ തന്നെ പോയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. എൻ്റെ മോളും 2 ഡാൻസിനുണ്ടായിരുന്നു. അവളും രാവിലെ 7 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ എത്തിയപ്പോഴേക്കും 7:45 ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിക്കാതെയാണ് പോയത്. അതുപോലെ തന്നെ എത്രയോ കുട്ടികളല്ലേ, എല്ലാ കുട്ടികളും 1-2 ഡാൻസിൽ മിനിമം ഒരു ഡാൻസിലെങ്കിലും ഒരു കുട്ടിയെ പങ്കെടുപ്പിക്കാനായിട്ട് എല്ലാ ടീച്ചർമാരും ശ്രമിച്ചിട്ടുണ്ട്. അത് ടീച്ചർമാരുടെ ഒരു കഴിവ് തന്നെയാണ്. ശരിക്കും ഈ കൊച്ചുകുട്ടികൾ ചാടുന്ന ഓടുന്ന ഇങ്ങനെയുള്ള ഡാൻസ് സ്റ്റെപ്സൊക്കെ ആണെങ്കിലും ഇവർ ഈ ഒരു 5 മിനിറ്റ് നേരം, അതായത് ഒരു പാട്ട് മിനിമം ഒരു 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് കളിക്കുക എന്നുള്ളതാണ്. അവിടെ സ്റ്റേജിൽ നടക്കുന്നതിനേക്കാൾ ഗംഭീര സ്റ്റെപ്പാണ് ഇവർ രണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാട്ടിനും ഈ പൊന്നുമോള് ഡാൻസ് കളിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. അവിടെ ഏത് പാട്ട് വെച്ച് കളിച്ചോ ഇവിടെ അവർ സ്റ്റെപ്പ് ഇട്ടിരിക്കും. എന്തായാലും അവരോടൊപ്പം ബാക്കി എൻ്റെ മോളും ജോയിൻ ചെയ്തു. ഒരാളായിരുന്നു, 2 പേരായി, 4 പേരായി, 6 പേരായി. അവരുടെ ഒരു സന്തോഷം, ഈ സന്തോഷം കാണുമ്പോഴല്ലേ നമുക്കൊരു ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാകുന്നത്. ഈ ടെൻഷൻ അടിച്ച ലൈഫിൽ ഈ കൊച്ചു കുട്ടികളുടെ പരിപാടി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കോമഡിയാണ് കേട്ടോ. വലത്തോട്ട് തിരിയേണ്ട സ്റ്റെപ്പാണെങ്കിൽ 2 പേര് വലത്തോട്ട് തിരിയും, ഒരുത്തൻ ഇടത്തോട്ട് തിരിയും. അപ്പോഴാണല്ലോ ടീച്ചർ അവിടെ നിന്ന് കാണിക്കുന്നത് വലത്തോട്ട് തിരിയണം. അപ്പോഴും വലത്തോട്ട് തിരിയും. സത്യം പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ പരിപാടികളാണ് ഇതെല്ലാവരും. കാരണം എല്ലാവരെയും സ്റ്റെപ്പ് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു പ്രയാസകരമായിട്ടുള്ളതാണ്. ആ സ്റ്റെപ്പ് അതുപോലെ സ്റ്റേജിൽ കളിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുട്ടികൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അവിടെ ആരുമില്ല, ടീച്ചർമാരും മാത്രമേ കാണൂ. ഒരു ഹോൾ സ്റ്റേജിൻ്റെ മുമ്പിൽ അവർ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും നമ്മുടെ റിത്തൂസിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം പ്രെയർ ഡാൻസ് ആയിരുന്നു. എനിക്കത് കാണാൻ പറ്റിയില്ല. സെക്കൻഡ് പ്രോഗ്രാമിന് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പച്ച കായലോണ്ട് എന്നുള്ളൊരു ഡാൻസാണ്, ഒരു സിനിമാ പാട്ടിനാണ്. ഒരു ബോയ്സും ഗേൾസും മിക്സ് ചെയ്തിട്ട് ഈ മോള് ഏത് പാട്ട് നിങ്ങൾ വെച്ച് കൊടുത്താലും അവൾ സ്വയം കൊറിയോഗ്രാഫി ചെയ്ത് കളിക്കുന്നുണ്ട്. വളരെ നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടി. ഇത് കുട്ടികൾ കളിച്ച് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് പോയി നടുക്ക് നിന്ന് കളിക്കാൻ നമ്മുടെ സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നടുക്ക് കളിക്കാൻ. എൻ്റെ മോളുടെ ഡാൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവളാണ് നടുക്ക് നിൽക്കുന്നത്. കായലോണ്ട് പട്ടം തിരിഞ്ഞു അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിലെ ഡാൻസാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മനോഹരമായിട്ട് തന്നെ ഡാൻസ് കളിച്ചു. ബോയ്സിന് ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നു, ഗേൾസിന് അതില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിനയൻ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അത്ഭുത ദ്വീപ്. അതിൽ ചക്കരമാവിൻ്റെ കൊമ്പത്തിരിക്കണം. ആ പാട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്പർ 1 ഹിറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മണ്ണഞ്ചേരി കാവുങ്കൽ ക്ഷേത്രത്തിൽ പോയി. അവിടെ വയലിൻ പെർഫോം ചെയ്തപ്പോഴും ചക്കരമാവിൻ്റെ കൊമ്പത്ത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാട്ട് പാടാൻ പോയപ്പോഴും ചക്കരമാവിൻ്റെ കൊമ്പത്ത്. ഇന്ന് ഡാൻസ് കളിക്കാനും, ഇന്ന് മാത്രമല്ല ഇന്നലെ LP സെക്ഷൻ്റെ ആണെങ്കിലും ഡാൻസ് കളിക്കാനായിട്ട് ഈ ചക്കരമാവിൻ്റെ കൊമ്പത്തിരിപ്പണമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡാൻസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡാൻസിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസ് കഴിഞ്ഞു, 2 ഡാൻസ് ഇൻ്റർവെൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡാൻസിന് കയറണം. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനും മേക്കപ്പ് ഇടാനും ഒക്കെ നമ്മുടെ പേരൻസാണ് മുമ്പിലുണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ മോൾക്ക് 2 ഡ്രസ്സ് വേണമായിരുന്നു. ഈ 2 ഡ്രസ്സും ബാക്കി കോസ്റ്റ്യൂംസും എല്ലാം റെഡിയാക്കി തന്നത് അവരുടെ കൊളീഗിൻ്റെ കൂടെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയൊക്കെ തന്നെയാണ്. അവരോട് 2 പേരോടും, ഒരു അമ്പിളി ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ രാജി ചേച്ചി. അവർ 2 പേരുമാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, ക്യാഷ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവർ തന്നെയാണ് റെഡിയാക്കി തന്നത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുമാത്രമല്ല ടീച്ചർമാരും ആ ഒരു സ്റ്റെപ്പ് 5 മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, 5 മിനിറ്റ് നേരത്തേക്ക് അവർ ആ ഡാൻസിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. എന്തായാലും നല്ല ചൂട് അനുഭവിക്കാൻ തുടങ്ങി. 2 ഡാൻസ് കളിച്ചു. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് റിത്തൂസ് വാശി പിടിച്ചു. എന്തായാലും തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടെന്ന് വിചാരിച്ചു. ഞാനും നേരെ അവളെയും കൊണ്ട് കടയിലേക്ക് പോയി.
ചുമ്മാതെ നമ്മൾ വീട്ടിൽ നിന്ന് ചൂടുവെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സാഹചര്യം ചൂഷണം ചെയ്യാന്നുള്ളതാണല്ലോ. ഈ സമയത്ത് പറഞ്ഞാൽ മേടിച്ച് കൊടുക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് നേരെ അവിടെ പോയി ഫ്രൂട്ടിയാണ് വാങ്ങിച്ചു കൊടുത്തത്. വീട്ടിൽ പാൽ കൊടുത്താൽ കുടിക്കാത്ത ടീം ഈ ഫ്രൂട്ടി സ്വയം കുടിക്കുന്ന കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് കുടിക്കുന്നത്. പാൽ കുടിക്കണേ പാൽ വായിലിട്ട് കൊടുക്കണം, മൊബൈൽ ഫോൺ വേണം, TV വേണം എന്നൊക്കെ വാശി പിടിക്കുന്ന ഇവൾ ഒറ്റയ്ക്ക് ഈ ഫ്രൂട്ടി കുടിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും ഞാനും ദാഹം മാറ്റാനായിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഫ്രൂട്ടി കുടിച്ചില്ല. സംഭാരം, മലനാടിൻ്റെ സംഭാരം 20 രൂപയാണ്. അധികം തണുപ്പൊന്നുമില്ല. തണുപ്പ് കുടിച്ചാൽ തൊണ്ടവേദന എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അധികം തണുക്കാത്ത ഒരെണ്ണം എടുത്ത് കുടിച്ചു. എന്നിട്ട് ഇവളുടെ ഫ്രൂട്ടി കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഫ്രൂട്ടിക്ക് വായ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഫ്രൂട്ടി തെറി പിടിച്ചാണ്. കാരണം അതിൻ്റെ അകത്ത് ഇനി ഒന്നുമില്ല. അതിലുള്ള എയർ വരെ അവൾ അടിച്ചു മാറ്റി കുടിച്ചു. എത്ര ആർത്തിയോടു കൂടിയാണ് ഈ കുടിക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ് പാലെങ്ങാനും കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ, അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി കിട്ടാനില്ല. എന്തായാലും ഫ്രൂട്ടിയും കുടിച്ച് തിരിച്ച് നേരെ പരിപാടി കാണാനായിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിനെ ലക്ഷ്യമാക്കിയിട്ട് നടന്നു. അപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്ത് സൈഡിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിച്ചവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കലും അവരെ കൊണ്ട് ഒന്നുകൂടെ ഡാൻസ് കളിപ്പിക്കലും അത് വീഡിയോ ചെയ്യലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു സന്തോഷം. ഞാൻ ക്യാമറയായിട്ട് പോയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ആര് വന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള കൊച്ചുകുട്ടികളുടെ മനോഭാവം, അതാണ് എല്ലാവർക്കും വേണ്ടത്. എന്തായാലും പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിജയണ്ണനും അതുപോലെ ഫഹദ് ഫാസിൽ, ആവേശം സിനിമ ഒരു രക്ഷയില്ല. ഇന്നലെ 2-3 പാട്ടുണ്ടായിരുന്നു ആവേശം സിനിമ. മീൻസ് മാഷപ്പ് പോലെ ഉണ്ടായിരുന്നു. അല്ലാതെ അത് മാത്രമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇലുമിനിറ്റി, ഇതും കുട്ടികളുടെ എല്ലാവരും ആ ഒരു ഡ്രസ്സ് ഒരുമിച്ച് ഒരേപോലെ കാണുമ്പോൾ അതും ഒരു ഭംഗിയാണ് കേട്ടോ. പലരും സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇടത്തോട്ട് പോകുമ്പോൾ വലത്തോട്ട് തിരിയും, വലത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് തിരിയും. ഒരുപാട് ഇത് അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ളൊരു സീനാണ്. ആ കുട്ടിയുടെ അമ്മ അവിടെ ഇല്ലാന്ന് തോന്നുന്നു, അവരോട് യാത്രയിലാണ്. അവർ വീഡിയോ കോൾ ചെയ്ത് അവരുടെ മകളുടെ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. എന്തായാലും അവരല്ല വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവർ പുറകിലിരിക്കുകയാണ്, എവിടെയോ പോയിട്ടുള്ളതായിരിക്കാം. എന്തായാലും സുഹൃത്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ ചേട്ടത്തുള്ളാൻ വന്നില്ലേ നമ്മുടെ രജനി അണ്ണൻ്റെ പാട്ടാണ്. അതും ഹിറ്റാണ്. എവിടെ ഡാൻസ് ഉണ്ടോ അവിടെ ഉണ്ടാവും നമ്മുടെ പാട്ട്. എല്ലാവരും ഒരേപോലുള്ള പാട്ടുകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി പെർഫോമൻസാണ്. കുട്ടികളും നോ രക്ഷ, ഏത് പാട്ടിട്ടാലും അത് ഡാൻസ് കളിച്ച് ഫലിപ്പിക്കാൻ കുട്ടികൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളോടൊപ്പം പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ വിജയം. പിന്നെ പരിപാടികളൊക്കെ തീരാറായി. കുട്ടികളുടെ ഡ്രസ്സും കോസ്റ്റ്യൂംസും ഒക്കെ മാറ്റാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സോളോ പെർഫോമൻസ്, ഒരു കൊച്ചുകുട്ടി, ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചു. അവർക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞു. അതിനുള്ള ഒരു വേദിയും കൂടെ ഒരുക്കി കൊടുത്തു. പിന്നെയും പരിപാടി തുറന്ന് ഇവൻ പെയർ ഡാൻസ് കളിക്കേണ്ടതാണ്. അവൻ അവിടെ ഇരുന്ന് കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പെയർ കളിക്കേണ്ട കുട്ടി പാവം ഒറ്റയ്ക്കിരുന്ന് കളിച്ചു. പക്ഷെ അവൾക്ക് നല്ല ധൈര്യമുണ്ട് കേട്ടോ. കൂടെ അവനില്ലാന്ന് പറഞ്ഞിട്ടും പെയർ ഡാൻസാണത്. അവൻ പോയിട്ടും അവൾ ഒറ്റയ്ക്ക് അവിടെ നിന്നത് മാനേജ് ചെയ്തു. കാരണം പ്രെയറായിട്ട് കളിക്കേണ്ട കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു. അവളത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തു. അതാണ് ആ കുട്ടിയുടെ ഒരു വിജയം എന്ന് വേണം പറയാനായിട്ട്. ബാക്കി എല്ലാവരും പെയറായിട്ട് കളിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കത് കളിച്ചു. ഒരു സ്റ്റെപ്പ് പോലും മിസ്സാക്കാതെ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ധൈര്യത്തോടു കൂടി ഡാൻസ് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ്. അങ്ങനെ കലാപരിപാടികൾ അവസാനിച്ചു. അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. ഓരോരുത്തരുടെ വിളിച്ച് അവർക്ക് ഒരു ലോക്കറ്റും സർട്ടിഫിക്കറ്റും കൊടുത്തു. കൂട്ടത്തിൽ എൻ്റെ മോളുടെ പേരും വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ റിത്തൂസ് അവിടെ പോയി മേടിക്കണം. കഴിഞ്ഞ വർഷം അവർക്കൊരു ട്രോഫി കിട്ടിയായിരുന്നു. ഇത്തവണ മെഡലും ട്രോഫിയും സർട്ടിഫിക്കറ്റും. കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അതെ, സർട്ടിഫിക്കറ്റും ട്രോഫിയും ഉണ്ടായിരുന്നു. ഇത്തവണ സർട്ടിഫിക്കറ്റുണ്ട്, ട്രോഫിയുണ്ട്, മെഡലുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. പെട്ടെന്നാണ് ഇവളുടെ പേര് വിളിക്കുന്നതും ഇവൾ പോയതും. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും വീഡിയോകൾ കാണുക. ഓക്കെ.